ലഹരിക്ക് വിധേയപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും നമുക്ക് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ട്. അങ്ങനെ ഒരു തോന്നലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണണം. അങ്ങനെയുള്ളവർക്ക് വഴികാട്ടിയാവുകയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ഡോക്ടർ ആർ സരുൺകുമാർ. ലഹരിക്ക് കീഴ്പ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിന്റെയും മനോഹരമായ അതിജീവനത്തിന്റെയും കഥ പറയുകയാണ് ഇന്ന് ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡോക്ടർ സരുൺ. പതിനെട്ടാം വയസ്സ് മുതൽ 25-ാം വയസ്സുവരെ യൗവനകാലം മുഴുവനായും നശിപ്പിച്ച ലഹരിയെക്കുറിച്ച് പറയാനുണ്ട് സരുണിന്. മദ്യപാനശീലം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സ്വപ്നങ്ങൾ വഴിമുട്ടി. എല്ലാത്തിനും പരിഹാരമായി ആത്മഹത്യയെന്ന എളുപ്പ വഴിയെ കണ്ടു. ഞാൻ ചെന്നൈ നഗരം ആദ്യമായി കാണുന്നത് മദ്യപിച്ച അബോധാവസ്ഥയിൽ മധുരയിൽ ചെന്നിറങ്ങി. അവിടെ നിന്നും പിന്നീട് ട്രെയിൻ മാറി കയറി പിറ്റേന്ന് രാവിലെ അബോധാവസ്ഥയിൽ ചെന്നൈ നഗരത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിലാണെന്ന് പറഞ്ഞ് കയറിയിട്ട് തിരിച്ച് ഞാൻ ചെന്നിറങ്ങുന്നത് ചെന്നൈയിലാണ്. അതുപോലെയുള്ള നൂറ് ദുരനുഭവങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത നൂറ് ദുരനുഭവങ്ങളുണ്ട്. എന്നെ ജീവിതത്തിലേക്ക് മാറ്റിയെടുത്തത് ഡോക്ടർ ജോൺസ് കെ മംഗലം, തൃശ്ശൂർ ജില്ലയിലെ പുനർജനി എന്ന് പറയുന്ന ഒരു ലഹരി വിമോചന കേന്ദ്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ വാക്കാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത്. ഒന്നുകിൽ നീ മരിക്കുക, അല്ലെങ്കിൽ നീ ജീവിക്കുക. ഇതിലേതാണ് നിനക്ക് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഒടുവിൽ വൈകി വന്ന തിരിച്ചറിവിൽ ആത്മഹത്യാ കയത്തിൽ നിന്ന് തിരികെ കയറി വരുമ്പോൾ അയാൾ ഒരു പ്രതിജ്ഞയെടുത്തു. ഇനി ലഹരിയുടെ വഴിയിലേക്കില്ല. ഒപ്പം ഒരാഗ്രഹം കൂടെ, ലഹരിക്കെതിരെ പോരാടണം. അന്ന് ആരുടെയൊക്കെ കാരുണ്യത്താൽ ഒരുപക്ഷെ ഒരു നിയോഗമായിട്ടൊരു പക്ഷേ എന്നെ അന്ന് ഈ മേഖലയിലൂടെയൊക്കെ അനുഭവിപ്പിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാകണം എനിക്ക് നിങ്ങളോട് ഇത് തുറന്ന് പറയാനായിട്ട് മടിയില്ലാത്തത്. ലഹരിക്കടിമപ്പെട്ട 7000-ത്തിലധികം മനുഷ്യരിലേക്കാണ് അതിനുശേഷം സരുൺ കയറി ചെന്നത്. ലഹരിക്കപ്പുറത്തേക്കുള്ള ജീവിതം കാണിച്ചു കൊടുത്തത്. ഒരു നിയോഗമെന്ന പോലെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഭാഗമായാണ് സരുൺ ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ജീവിതവും അനുഭവങ്ങളെയും ഇതിവൃത്തമാക്കി ഒരു പുതിയ പുസ്തകം വരുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ വിശേഷം. ഭ്രമം, പ്രണയം, പ്രതീക്ഷ എന്ന പേര് നൽകിയ പുസ്തകം താൻ നേരിട്ട തിക്താനുഭവങ്ങളുടെ നേർസാക്ഷ്യമെന്ന് സരുൺ പറയുന്നു. ലഹരിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച വർഷങ്ങൾ കൊണ്ട് 250-ലധികം പുരസ്കാരങ്ങളും ഓണററി ഡോക്ടറേറ്റും നേടിയെടുത്തുവെന്നതും അഭിമാനം. 24 തിരുവനന്തപുരം. അദ്ദേഹത്തിനെ ഡോക്ടർ സരുണിനെ നേർവഴി കൊണ്ടുവന്ന ജോൺസ് കെ മംഗലം അദ്ദേഹം മരിച്ചു. അപ്പോൾ നമുക്ക് സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം നമ്മുടെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുനർജനി എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ലഹരിക്ക് ചികിത്സയ്ക്കായിട്ട് പോയിട്ട് അതിൽ നിന്ന് മുക്തരായിട്ടുണ്ട്, ലഹരിയിൽ നിന്ന് മുക്തരായിട്ടുണ്ട്. അപ്പം അത് എന്തായാലും നമുക്ക് ആശ്വാസമുള്ള കാര്യമാണ്. എപ്പോഴും ഈ ലഹരി അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ അഡിക്ഷൻസ് കുമ്മല എന്ന് പറയുന്ന സ്ഥലത്താണ് എക്സാക്ട് ഞാൻ ഓർക്കും. അപ്പൊ ഇങ്ങനെ തിരിച്ചു വരണമെങ്കിലേ അതിനൊരു പുസ്തകത്തിന്റെ പേര് കേൾക്കണോ? കുടിയന്റെ കുമ്പസാരം, കൺഫെഷൻ ഓഫ് എ കുടിയൻ. ഓക്കെ, പറയും പറഞ്ഞത് ഇതാണ്. അപ്പം നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമുക്കും കൂടി ഒരു ആഗ്രഹം വേണം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന്. അപ്പം നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയാലും ഒക്കെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ആളുകൾ വളരെ കുറവാണ്. കാരണം അവർക്ക് ആ ഒരു തോന്നലുണ്ടാവണം എന്നുള്ളത്. അതിനകത്ത് എടുത്തു വരേണ്ട ഒരു കാര്യം, കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഇപ്പം മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും രാസലഹരിക്ക് അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിനി ജീവിതമില്ല, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇതിന് ചികിത്സയുണ്ട്, നമുക്ക് കൗൺസിലിംഗ് നടത്താൻ പറ്റും, ഇതിൽ നിന്ന് മടങ്ങി വരാൻ പറ്റും. പക്ഷേ മടങ്ങി വരാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം വേണം, ഒരു തീരുമാനം വേണം, ഒരു നിശ്ചയദാർഢ്യം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും. ഇല്ലെങ്കിൽ ജീവിതം പോയി എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ആ തിരിച്ചറിവാണ്, ഇൻസൈറ്റ് ആണ്. നമ്മൾ ഇരുട്ടിലാണ് എന്നുള്ളത്, ഒരു പ്രകാശമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആ പ്രകാശത്തിലേക്ക് ഇപ്പൊ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഇതാണെന്ന് മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം. ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധമായിട്ട് പറയുന്നത് ഞായറാഴ്ച ദിവസം 2 മണിക്കൂർ ഈ പരിപാടിക്കായിട്ട് കളയണം, അല്ലെങ്കിൽ ജീവിതത്തിലെ മണിക്കൂറുകൾ മൊത്തം ഇല്ലാതാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് മന്ത്രി വി ചെങ്കുട്ടിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവും ഒക്കെ തന്നെ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.